അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകളെ കാണാൻ വേണ്ടി യാത്ര പോവുകയാണ്. അബൂ ഉബൈദ് റഹ്മഹുല്ലാഹ് പോകുന്ന ഒരു യാത്ര, എപ്പോഴും ഒരു ആലിമിനെ കാണാൻ പോകുമ്പോൾ, ഒരു സയ്യിദിനെ കാണാൻ പോകുമ്പോൾ ഒരു ഖൈർ, ഒരു ഫായിദ ഉണ്ടാവണം എന്ന നിയ്യത്തോടു കൂടി പോകണം. ദുനിയാവ് ചോദിക്കാൻ വേണ്ടി പോകരുത്. അവിടെ ചെന്ന് ആഖിറത്തിൻ്റെ വിഷയങ്ങൾ പറയണം. കൂട്ടത്തിൽ ദുനിയാവ് പറഞ്ഞു. ഒരു സയ്യിദിനെ കാണുമ്പോൾ, ഒരു ആലിമിനെ കാണുമ്പോൾ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണേ, ഈമാൻ സലാമത്താവാൻ ദുആ ചെയ്യണേ, ഇതാ പറയാ. പിന്നെ കുട്ടികളെ കെട്ടിക്കാനുണ്ട്, അസുഖമുണ്ട്, അതൊക്കെ പിന്നെ പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രൈം ചോദ്യം ആഖിറത്തിൻ്റെ വിഷയങ്ങളാണ്. ഒരു പക്ഷേ ഒരു ദുആ, അവരുടെ ഒരു രാത്രിയിലെ ഒരു ദുആ, അവരുടെ ഒരു പ്രാർത്ഥന വലുതാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. മഹാനവറുകളോട് ദുആ ചെയ്യിപ്പിക്കാൻ നിന്നാൽ മഹാനോട് ദുആ അത് എന്നോട് ചോദിക്കണ്ട എന്ന് പറയും. അഹ്മദ് ഇബ്നു ഹംബൽ കൈപിടിച്ച് മുത്തുമ്പോൾ ഒരു ചീത്ത പറയുന്ന, പക്ഷേ ഒറ്റക്ക് പോയിരുന്നിട്ട് ദ്വാരക്കും, റബ്ബേ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ എന്ന്. അങ്ങനെയാണ് ചില ആളുകൾ, അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മന്ദിർചൂതാൻ പറഞ്ഞ തങ്ങൾ, ഞാൻ മന്ദിർചൂതന തങ്ങളെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. കൈ പിടിക്കാൻ നിന്നാൽ കൈ പിടിക്കൂല, തങ്ങളങ്ങ് ദേഷ്യപ്പെട്ടു പോകും ചിലപ്പോൾ. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പാവം, വളരെ സൗമ്യനായ ഒരു മഹാമനുഷ്യൻ. ചില ആലിമ്യങ്ങളുടെ രീതിയാണ്. അഹ്മദ് ഹംബൽ തങ്ങൾ അങ്ങനെ, അത് റിവായത്ത് എനിക്ക് തോന്നിയപ്പോൾ ജിഫ്രി തങ്ങളുടെ പോലെയാണല്ലോ പഠിച്ചവൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലിത് ഒരു സാമ്യത കാണുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ദ്വാരക്കേ ഞങ്ങൾ ദ്വാരുന്നോ എന്ന് പറയുന്ന, എന്നിട്ട് ഒറ്റക്കിരുന്നാൽ പൊട്ടിക്കരയും, പടച്ചവനെ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞവർക്കൊക്കെ നീ ഇവിടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ. പക്ഷെ ആർക്കും കൈ കൊടുക്കാൻ നിൽക്കൂല. അഹ്മദ് ബിൻ ഹംബൽ എന്ന് ഓടിക്കളയുന്ന, അങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ അരികത്തേക്ക് മഹാനായ അബൂ ഉബൈദ് റഹിമഹുല്ലാഹ് ചില ഇൽമ പഠിച്ചെടുക്കാൻ വേണ്ടി പോകാൻ. ചില ആളുകൾ ഇന്ന് അദബ് പഠിക്കാൻ വേണ്ടി ചെല്ലണം. ആലിമീങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അദബാണ്. അദബ് കഴിഞ്ഞിട്ടാണ് ഇൽമ്. അദബാണ് ഔവൽ, ഇൽമ് പിന്നെയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ മക്കളെയൊക്കെ ദർസിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഉസ്താദുമാരോട് പറയുന്ന വാക്കുണ്ട്, അല്ലിംഹുമുൽ അദബ ഖബലൽ ഇൽമ്. ഇൽമും നഹവും സറഫും ബൈത്തും മുഅല്ലഖാത്തൊക്കെ പഠിപ്പിക്കേണ്ട മുമ്പ് എൻ്റെ മക്കൾക്ക് അദബ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേ, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണമേ. അതില്ലാതിരുന്നാൽ വിദ്യാർത്ഥി സമൂഹം, മുതഅല്ലിമീങ്ങൾ, അതാ പറയാം, ദീനിൻ്റെ മുതഅല്ലിമീങ്ങൾ മഹാ അബദ്ധമായിട്ട് മാറും. വലിയ വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു അദബുള്ള മുതഅദ്ദിബീങ്ങളായ ഉലമാഇനോട് അദബും അവരോട് ഇക്റാമും ബഹുമാനവും ഒക്കെയുള്ള നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെയൊക്കെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്മദ് ഇബ്നു ഹംബൽ എന്ന മഹാനവറുകളെ ഞാൻ കാണാൻ ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മഹാനവറുകൾ അവിടെ എത്തിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇമാം അവറുകൾ ഇരിക്കുന്നിടത്ത് എന്നെ പിടിച്ചിരുത്തി. അപ്പോൾ അബൂ ഉബൈദ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, യാ അബാ അബ്ദില്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് എന്നവർ, അഹ്മദ് എന്നവരുടെ മോനാണ്. അവരാണ് ഹദീസിൻ്റെ സനദുകൾ, ഹദീസിൻ്റെ രചന നടത്തിയത്. വാപ്പയുടെ ജംഅ് ചെയ്ത ഹദീസുകളെ രേഖപ്പെടുത്തിയത് മോനാണ്. മുസ്നദിലൊക്കെ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് എന്നവരാണ് അത് നമുക്ക് എത്തിച്ചു തരുന്നത്. യാ അബാ അബ്ദില്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, അലൈസ യുഖാൽ സാഹിബുൽ ബൈത്തി അഹഖു ബിസ്വദരി ബൈതിഹി, അങ്ങനെയല്ലേ പറയാ, ഒരു വീട്ടുകാരൻ ഇരിക്കുന്ന പ്രധാന കസേരയിൽ വന്നു കയറുന്ന അതിഥികൾ ഇരിക്കരുത് എന്നാണ്. അങ്ങനെയല്ലേ? അത് വീട്ടുകാരൻ വാപ്പ ഇരിക്കുന്ന കസേരയിൽ പോയിട്ട് വേറെല്ലോ വന്നിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. വൈലിത്ര മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഒരുപാട് കാലം, അന്നൊന്നും ഇംഗ്ലീഷൊന്നും ആരും ഉണ്ടാത്ത കാലത്ത് അതൊക്കെ പറഞ്ഞിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രസംഗങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ചെയ്ത ആളായിരുന്നു വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി അല്ലേ. കുറച്ച് ഷർത്തും ഫർദൊക്കെ പറയാറുണ്ട്. അത് നമ്മളെ അവരെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ എന്താ ഇപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെ തോന്നും. നമ്മളും മൈക്കൊക്കെ ഉഷാറാക്കണമെന്ന് പറയാറുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പറ്റൂല ഈ പരിപാടി, നമ്മളങ്ങ് തളർന്നു പോവും. അപ്പോൾ ചിലപ്പോൾ ചില സംഘാടകർക്കൊക്കെ വിഷമം ഉണ്ടാവും. അങ്ങനെ ഇപ്പം നമുക്ക് കഴിയുമോ, നിങ്ങളാണെങ്കിൽ പിരിച്ചും തരൂല, പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിരിക്കാൻ പറ്റുന്ന നല്ല ഉസ്താദന്മാരും അതും പറയുമല്ലേ, ഓരോ കൊണ്ടുവരാം. അങ്ങനെ പിരിവ് നടത്താതിരുന്നാൽ എങ്ങനെ മദ്രസയും പള്ളിയൊക്കെ ഉണ്ടാവുക? എല്ലാവരും എൻ്റെ മാതിരി ഇങ്ങനെ എന്നാൽ പറ്റുമോ? നല്ല പിരിവ് നടത്തണം, ആളുകളുടെ സ്വതക്ക വാങ്ങിക്കണം, അപ്പോൾ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് പറ്റൂല. പക്ഷേ നമുക്ക് ചില ശർത്തും പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം നമ്മൾ നിർബന്ധിച്ച് പറയാറുണ്ട്. ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു. അപ്പോൾ വലിയ ഉസ്താദ് അങ്ങനെയൊക്കെ ഭക്ഷണത്തിലൊക്കെ വലിയ ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലം. യാ അല്ലാഹ്, മൂപ്പരുടെ ഒരു മുസ്ലിം ഒരു വഫാത്താതിന് മുമ്പ് ആലപ്പുഴയിൽ വിട്ടുപോയി കണ്ടിരുന്നു.
ഒരു കുളമുണ്ട്, ആ കുളത്തിൽ അവർ കുളിക്കുക, അവിടുന്ന് ഒതുകൊടുക്കുക. പിന്നെ ഭാര്യ മരിച്ചതിന് ശേഷം വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു വസ്വാസുൽ ഖഹരി, ഭയങ്കരമായ പ്രയാസത്തിലായിരുന്നു അവസാന കാലമൊക്കെ. ഒരു നിസ്കരിക്കുന്നൊരു മുസല്ലുണ്ട്. അപ്പോൾ ആ റൂമിൽ മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ വിർദാട്ടോ, ഭയങ്കര ആബിദായൊരു മനുഷ്യനായിരുന്നു റബ്ബേ. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇശാ വരെ ഒരു മനുഷ്യനോട് മിണ്ടൂല, വിറുദുകളും ദിക്റുകളും മാത്രമായി ഇരിപ്പിലിരിക്കും. അപ്പം എന്നോട് അവർ പറയാം, അവിടെ മക്കളുണ്ട്, ഒരു മോനപ്പെടുത്ത് മരിച്ചു, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു, വാപ്പാൻ്റെ മുസല്ലയിൽ ആരും ചവിട്ടണത് വാപ്പാക്ക് ഇഷ്ടമല്ല. അന്ന് പാണക്കാട്ടിൽ നിന്ന് ഏതോ ഒരു കുട്ടി വന്നു, ഒരു ചെറുപ്പക്കാരനായ സയ്യിദ് വന്നു, വാപ്പാൻ്റെ മുസല്ലയിൽ നിസ്കരിച്ചപ്പോൾ വരെ വാപ്പാക്കത് പിന്നെ ഭയങ്കരമായ പ്രശ്നമായിരുന്നു. ഒരു വസ്വാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൃത്തി ഉണ്ടാവുമോ, ബാക്കിയുള്ള ആളുകൾ അവിടെ ഇവിടെ ചവിട്ടി വരൂലേ, വസ്വാസിലുള്ളവർക്ക് പറയണ്ടല്ലോ. അങ്ങനെ വാപ്പ ദേഷ്യപ്പെട്ടിരുന്നു എന്ന് വരെ പറഞ്ഞു. ഒന്നുമില്ല, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഭയങ്കര ആബിദായൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറയാം, ഒരാൾ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വേറെ ആൾ ഇരിക്കണതോ ചവിട്ടണതൊന്നും അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് സ്വാഹിബുൽ ബൈത്തി അഹഖു ബിസ്വദരിൽ ബൈത്ത്, വീടിൻ്റെ ഏറ്റവും നല്ല ഭാഗം ആ വീട്ടുകാരൻ്റെ അവകാശമാണ്. അപ്പോൾ അബൂ ഉബൈദ് റഹിമഹുല്ലയെ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ പറഞ്ഞു, ശൈഖ് അവറുകളെ ഇങ്ങനെയല്ലേ പറയാറുള്ളത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലാ തഖുൽ ദാലിക്, നിങ്ങൾ അങ്ങനെ പറയരുത്. സാഹിബുൽ ബൈത്തിന് നഅം യഖഉദു വയുഖഇദു മൻ യുരീദ്. സാഹിബുൽ ബൈത്ത്, വീട്ടുകാരൻ അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരാണ് ഇരിക്കേണ്ടത്. ശരിയാണ്, അവർക്ക് ഇഷ്ടമുള്ളവരെ ഇരുത്താനും പറ്റുമല്ലോ. അതുകൊണ്ട് എൻ്റെ പൊരുത്തമുണ്ട്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇരുന്നോ. അങ്ങനെ അപ്പോൾ വീട്ടുകാരൻ സമ്മതിച്ചു കൊടുത്താൽ അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറയാം, ഇതിപ്പോൾ ഒരു പുതിയ മസല ഞാൻ പഠിച്ചു, അൽഹംദുലില്ലാ, പുതിയ മസലയാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളുടെ മഹത്വവും മനസ്സിലാക്കിയാൽ എല്ലാ ദിവസവും നിങ്ങളെ വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവർ പറഞ്ഞു, അത് വേണ്ട കേട്ടോ, കാരണം കൊല്ലത്തിലൊരിക്കൽ എന്നെ വന്ന് കാണുന്ന എത്രയോ മുഹിബ്ബീങ്ങളുണ്ട്, അവർക്ക് വർഷത്തിലൊരിക്കലേ എന്നെ വന്ന് കാണാൻ കഴിയുള്ളൂ. അവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്നെ ദിനേന വന്ന് കാണുന്നവരെക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും. ഒരിക്കലേ അവരെ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ച സ്നേഹത്തിൽ കുറവൊന്നുമില്ല. എല്ലാവരും എന്നും വരാൻ നിന്നാലേ കൊല്ലത്തിൽ ഒരിക്കൽ വരാൻ പറ്റുന്നവർക്കൊന്ന് വർത്തമാനം പറയാൻ നേരം ഉണ്ടാവോ? അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, എപ്പോഴും വരേണ്ട കാര്യമില്ല. എപ്പോഴും വന്നു എന്ന് വിചാരിച്ച് സ്നേഹം കൂടണമെന്നില്ല, ചിലപ്പോൾ അതൊരു ശല്യമായിട്ട് മാറുന്നുണ്ടാവും, അല്ലേ? എപ്പോഴും വന്നില്ല എന്ന് വിചാരിച്ച് സ്നേഹക്കുറവുണ്ടാവണമെന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ വലിയൊരു ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ്, സുബ്ഹാന ജല്ല ജലാലു, എന്നും വന്ന് കാണേണ്ട കാര്യമില്ല. സുർഗിബ്ബൻ തസ്ദദു ഹുബ്ബൻ, ഹദീസാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പറയാറുണ്ട്, സുർഗിബ്ബൻ തസ്ദദു ഹുബ്ബൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നിടവിട്ട് സന്ദർശിച്ചാൽ മതി, അപ്പോഴേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഡെയിലി കാണുക, ഡെയിലി പോവുക, അങ്ങനെ വേണ്ട. സന്ദർശനം, സൗഹൃദ സന്ദർശനം, ഇന്ന് പോയി നാളെ പോകണ്ട, മറ്റന്നാൾ പോയാൽ മതി. അങ്ങനെ പോകുമ്പോഴേ അതിന് ഒരു സ്നേഹത്തിനൊരു ഒരു ചൂടുണ്ടാവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അല്ലാഹു അലം. അഹ്മദ് ബിൻ ഹംബൽ എന്നവര് വഴിയിലേക്ക് ഞാൻ യാത്ര ചോദിച്ചിറങ്ങുമ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറയുന്നു, ഒരു ആലിമിനെ കണ്ട് തിരിച്ചു പോരുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ വരുന്നുണ്ട്, എൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് വരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ലാ തഫഅൽ യാ അബാ അബ്ദില്ലാ, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ എൻ്റെ കൂടെ വരികയോ? അപ്പോൾ പറഞ്ഞു, നിനക്കറിയുമോ, ഖാല ശഅബിയു, ഇമാം ശഅബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിൻ തമാമി സിയാറത്തി സായിരി അൻ യുംശാ മഅഹു ഇലാ ബാബിദ്ദാർ. ഒരതിഥി വന്നാൽ ആ അതിഥിക്ക് കൊടുക്കേണ്ട മര്യാദകളിൽപ്പെട്ട അവകാശമാണ് വീടിൻ്റെ വാതിൽ വരെ ആ മനുഷ്യൻ പോകുന്നത് വരെ കൂടെ നടക്കുക എന്നത്. ബാബുദ്ദാർ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വണ്ടിയിൽ കയറി ഡോർ അടച്ചു കൊടുത്തിട്ടേ ആതിഥ്യം ചെയ്യുന്ന ആൾ അതിഥിയെ പറഞ്ഞയക്കാവൂ എന്ന്. വാതിൽ കന്നിട്ട് വാതിലടച്ച് പോരരുത് എന്ന്, കൂടെ ഇറങ്ങണം, അവർ വാഹനം കയറി ഉറപ്പുവരുത്തിയിട്ടേ പോരാവൂ. ഇതൊരു മര്യാദയാണ്. ഇതാരെ ചെയ്യുന്നറിയോ? 40,000 ഹദീസുകളുടെ സമാഹരണം ഉമ്മത്തിന് സമ്മാനിച്ച അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ചെറിയ സന്ദർശനമാണ്, പക്ഷെ അവിടെ പാഠങ്ങളുണ്ട്. ആലിമീങ്ങളെ അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്. അവരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു നന്മ പഠിച്ചെടുക്കണമെന്ന ആഗ്രഹത്തിൽ പോവുക, ഒരു ഇൽമ് കിട്ടണം, എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കണം. ഒന്നുമില്ലേ, നമ്മുടെ ഹൃദയത്തിലുള്ള ചില മാലിന്യങ്ങളെങ്കിലും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്ത് കിട്ടണം. ജീവിച്ചിരിക്കുന്നവരെ ചെന്ന് കാണാം, മരിച്ചു കിടക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങളെ ചെന്ന് സിയാറത്ത് ചെയ്യാം.
സ്വാലിഹീങ്ങളുടെ സുഹബത്ത് കിട്ടാൻ വേണ്ടി ദുആരക്കുക. ദുനിയാവിലും നാളെ ഖബറിലും നാളെ പരലോകത്തേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴും സ്വാലിഹീങ്ങൾ പരിസരത്തുണ്ടാവണം. സ്വഹാബികൾ ചോദിച്ചു നിബിതങ്ങളോട്, തങ്ങളെ മരിച്ചു കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ഖബറാളി ഒരു നല്ല മനുഷ്യനാവണമെന്ന് അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തങ്ങൾ ചോദിച്ചു, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരിൻ, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എൻ്റെ അയൽവാസി ഒരു നല്ല ആളായ വല്ല ഗുണമുണ്ടോ? ഉണ്ട് നബിയെ. എന്നാൽ ഖബറിലും അങ്ങനെയാണ്, ഖബറിലും അങ്ങനെയാണ്. അയൽപക്കത്തെ അദാബ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസം, അതിൻ്റെ ഒരു വിമ്മിഷ്ടം, അതിൻ്റെ ഒരു അസ്വസ്ഥത ഇപ്പുറത്തേക്ക് വരും. സ്വാലിഹീങ്ങളുടെ അരികത്ത് കിടക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. ഈ ഒത്തുചേരൽ അള്ളാഹു അതിനെ നിമിത്തമാക്കി തരട്ടെ. അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാവുകൾ അള്ളാഹുവിൻ്റെ ഒരത്ഭുത സൃഷ്ടിയാണ്. അവകൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കൂ. ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ. ആത്മാക്കളുടെ ലോകത്തൊരു മഹാസമ്മേളനം കൂടിയത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ആരൊക്കെ അന്ന് കണ്ടു പരിചയപ്പെട്ടോ അവർ ദുന്യാവിൽ വന്നാൽ കണ്ടു പരിചയപ്പെടും, അവർ സുഹൃത്തുക്കളായിരിക്കും. ആരവിടുന്ന് തിക്കും തിരക്കും കൂടി പരസ്പരം എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിച്ചിട്ടുണ്ടോ അവർ ദുന്യാവിൽ വന്നാൽ നേരെയാവില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലമുൽ അർവാഹിൽ നമ്മളൊക്കെ കണ്ടുമുട്ടിയതിൻ്റെ അടയാളമാണ് ഈ സദസ്സിൽ നമ്മളൊക്കെ എത്തിപ്പെട്ടത്. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം തരട്ടെ. ഈ സദസ്സിന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് അയ്യൂബ് ഉസ്താദ് അടക്കം ഉസ്താദിൻ്റെ ശിഷ്യന്മാരും നിഅമയ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകന്മാരും വളണ്ടിയർമാരും നമ്മുടെ ഷാഫി അടക്കം നമ്മുടെ വിഖായ വളണ്ടിയേഴ്സ്, നമ്മുടെ നാട്ടുകാരായ പ്രവർത്തകന്മാർ, ഒരുപാട് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ, ഒന്നും മോഹിച്ചിട്ടല്ല, അള്ളാഹിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്ത ത്യാഗമാണ്. അള്ളാഹു നീ സ്വീകരിക്കണമേ. ഈ പരിപാടിക്ക് അനുഗ്രഹ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് എത്തിയിട്ട് തങ്ങൾക്ക് രാവിലെ എറണാകുളത്ത് പോകാനുള്ളതാണ് എന്ന് അറിയിച്ചു. അവരൊക്കെ ഉമ്മത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് അല്ലേ. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചു കൊണ്ട് പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിൻ്റെ അവരുടെ കോലായിയാണ് അവരുടെ വായനശാല, അവിടെ വരുന്ന ആളുകളുടെ മുഖമാണ് അവർ വായിച്ച പുസ്തകങ്ങളെന്ന് പറഞ്ഞ പോലെ ഉമ്മത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണ്, ഓടുകയും സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യവും വിശ്രമവും പോലും നോക്കാതെ ഈ ഉമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ഉമ്മത്തിലെ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, അള്ളാഹു അവരെയൊക്കെ ശക്തിപ്പെടുത്തട്ടെ. അള്ളാഹു ഇസ്സത്തും ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് പ്രത്യേകം എപ്പോഴും ദുആയിരക്കണം. ഇവിടെയും നമ്മൾ ദുആയിരക്കുകയാണ്. അള്ളാഹുവെ, സജ്ജനങ്ങളുടെ സുഹബത്തും അവരുടെ നേതൃത്വവും അവരുടെ തണലും കേരളീയ മുസ്ലിമീങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും പ്രത്യേകിച്ചും ഇപ്പോഴും നീ നൽകണമേ തമ്പുരാനെ. ലോകത്ത് സമാധാനവും ശാന്തിയും അള്ളാഹുവെ നിൻ്റെ റഹ്മത്തും നിൻ്റെ കാവലും എല്ലാവർക്കും ഉണ്ടാക്കി തരണേ പടച്ചവനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.